2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് കൈവിട്ട പീരുമേട് സീറ്റ് UDF തിരിച്ചു പിടിക്കുമെന്ന് സിറിയക് തോമസ്. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. പീരുമേട്ടിലെ ജനങ്ങൾ തനിക്ക് അനുകൂലമായി വിധി എഴുതുമെന്നും നേരിയ ഭൂരിപക്ഷത്തിന് 2 തവണ നഷ്ടമായ സീറ്റ് ഇക്കുറി സ്വന്തമാക്കുമെന്നും സിറിയക് തോമസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് പീരുമേട്. പീരുമേട്ടിൽ തുടർച്ചയായ 3ാം അംഗത്തിനാണ് സിറിയക് തോമസ് ഒരുങ്ങുന്നത്, അതും ഐക്യജനാധിപത്യമുണ്ട് സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രാവശ്യം വലിയ വിജയപ്രതീക്ഷയാണ് ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വളരെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് നമുക്ക് ഈ സീറ്റ് നഷ്ടപ്പെട്ടത്. ഇപ്രാവശ്യം അത് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കുണ്ട്. കഴിഞ്ഞ തവണയായാലും മുൻപത്തെ തവണയായാലും ഈ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് നേരിയ വ്യത്യാസത്തിലാണ് പരാജയപ്പെടുന്നത്. ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമോ? വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഒരു 10,000-ന് മുകളിൽ ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ചിട്ടയായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഇപ്രാവശ്യം ഒരു ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഈ മണ്ഡലത്തിലെമ്പാടുമുള്ളത്. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ചിന്തിച്ചുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഈ സമയത്ത് പീരുമേട്ടിലും ജനങ്ങളൊരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഭൂരിഭാഗവും തോട്ടം തൊഴിലാളികളാണ് ഇവിടെ ഏറിയ പങ്കും. അപ്പോൾ അവരോട് എന്തു പറഞ്ഞാണ്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്താണോ ഇപ്പോൾ പ്രചരണവും കാര്യങ്ങളൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ ഇത്തവണ അവർ? അതെ, തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വളരെയധികം പരിഹരിക്കാനുണ്ട്. കഴിഞ്ഞ നാളുകളിൽ തൊഴിലാളികളെ കബളിപ്പിച്ചുകൊണ്ട് വോട്ട് മാത്രം മേടിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ആളുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ MLA-മാരായിട്ട് വന്നവർ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കാനായിട്ട് യാതൊരു ശ്രമവും നടത്തിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. സിറ്റിംഗ് MLA മരണപ്പെട്ടതിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പിനാണ് പീരുമേട് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു വൈകാരികമായ ഘടകങ്ങൾ LDFന് അനുകൂലമാകുമോ? അങ്ങനെ ഒരു വൈകാരിക ഘടകങ്ങൾ ഇല്ലയെന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ നാളുകളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ഇടതുപക്ഷ ജനപ്രതിനിധികൾ നടത്തിയ അവരുടെ വികസന മുരടിപ്പിൻ്റെ ഒരു കഥയാണ് ഈ പീരുമേട്ടിലെ ആളുകൾക്ക് പറയാനുള്ളത്. ഇവിടെ വളരെയധികം ആളുകൾ മാറ്റത്തിന് വേണ്ടി നിലനിൽക്കുന്നൊരു സ്ഥിതിയാണ്. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ഇവിടെ വളരെ അനുകൂലമായ ഒരു ചിന്ത നിലനിൽക്കുന്നു. നമുക്ക് ഇപ്രാവശ്യം വിജയിക്കാൻ കഴിയും. അപ്പോൾ ഇടുക്കിയിൽ ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി എത്ര സീറ്റ് പിടിച്ചെടുക്കുമെന്നാണ് ഒരു തോന്നുന്നത്? ഇടുക്കിയിൽ 5 സീറ്റും ഞങ്ങൾക്ക് കിട്ടുമെന്നാണ്. അതുപോലുള്ള ട്രെൻഡാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും മുന്നേറ്റം ഉണ്ടായ ജില്ലകളിലൊന്നാണ് ഇടുക്കി. വോട്ട് ചോദിച്ചെടുക്കുമ്പോൾ നല്ലൊരു പ്രതികരണമാണ് ആളുകളിൽ ലഭിക്കുന്നത്. ആളുകളുടെ ഇടയിൽ നിന്ന് വളരെ നല്ല പ്രതികരണം ലഭിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ഇപ്രാവശ്യം വിജയം ഉറപ്പാണ്. പീരുമേട് ഇത്തവണ പിടിച്ചടക്കും. UDF പിടിച്ചടക്കും. ഇക്കുറി 3ാം തവണ പീരുമേട് പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സിറിയക് തോമസ് ഈ അംഗത്തിനിറങ്ങുന്നത്. എതിരാളികളെക്കാൾ ഉപരി പീരുമേടുകാർക്ക് സുപരിചിതനാണ് താനെന്നും തന്നെ ഇത്തവണ പീരുമേടുകാർ കൈവെളിയിൽ കൊണ്ട് വിജയത്തിലേക്ക് അടുപ്പിക്കുമെന്നുമാണ് സിറിയക് തോമസ് പറഞ്ഞു വെക്കുന്നത്. പീരുമേടിൽ നിന്ന് ക്യാമറാമാൻ സനൽ ലംബച്ചിക്കൊപ്പം ജോയ് മോൻ ജോസ്, ന്യൂസ് മലയാളം.